വളരെ സന്തോഷത്തിലാണ്. ആ ഇത് ഞാൻ അറിയണതാണല്ലോ. ഇത് നമ്മുടെ ഇവിടെ ഉള്ളതല്ലേ? ഇവിടെ വീട് നമ്മുടെ ഇവിടെ. ആ ഇത് ഞാൻ അറിയും. സ്ഥലം പറഞ്ഞേ മേലിച്ചേട്ടാ, സ്ഥലം പറഞ്ഞു കൊടുത്തേ. കടുങ്ങല്ലൂരോ? മില്ലുപടിയല്ലേ? മില്ലുപടിയാണോ? യുസി കോളേജിന്റെ ഞാൻ അറിയും. പണ്ട് ചെറുതിനെ കേട്ടിട്ടുള്ളൂ. പിന്നെ ഫുഡ് നിങ്ങൾ അങ്ങ് സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ, അതിലൊന്നും ഒരു വിഷമം വിചാരിക്കണ്ട. ആണോ? ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഖമില്ലാത്ത പേഷ്യൻറ്റുകളാണ്. ഇവിടെ വെൽഫെയറിലാണ്. നമ്മുടെ ആലുവ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആളെ. അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ആലുവ ബാങ്ക് ജംഗ്ഷനിലാണ് അല്ലേ? കാല് വയ്യാതെ വന്നതാണ്. ഇമ്മീഡിയറ്റ്ലി ഇത് നമ്മൾ ഐ പിയിൽ കിടക്കുന്ന ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ വന്നതാണ്. ജംഗ്ഷനിൽ നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ അലഞ്ഞ് നടക്കണമല്ലോ. പിന്നെ ആളെ നമുക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടിയതാണ്. കൊച്ചിയിലാണ്. എന്തുണ്ട് ശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തതാണ്. ഇങ്ങോട്ടേക്ക് വന്ന് അഡ്മിഷൻ ചോദിച്ചതാണ്. പ്രമോദ് കഴിച്ചോ? കഞ്ഞി കുടിച്ചോ? ഉടണ്ട അവിടെ. വരണമല്ലേ? ഞാൻ അധികം ഫോട്ടോ എടുക്കാം കേട്ടാ. ഓക്കെ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖം. ഇപ്പം എന്താ കഴിച്ചേ? ഉച്ചക്ക് ഇറച്ചി. ഓക്കെ, സുഖം, സന്തോഷം. 26 തരാം കേട്ടാ. കാർഡിയാക് ടേബിളിലൊക്കെ വെച്ചിട്ട് അവർക്ക് അവിടെ കൊടുക്കും. ചിലർക്ക് വാരി കൊടുക്കും, റൂമിൽ കൊടുക്കും, വാരി കൊടുക്കും അല്ലേ? അങ്ങനെ പല ആൾക്കാർ പല കണ്ടീഷനിൽ ഏബിൾഡ് ആയിട്ടുള്ളവർ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. നമുക്കിനി ജനറൽ വാർഡ് ഒന്ന് കാണാം. അവിടെ കിടത്തി എന്താ അവിടെ ഉണ്ട്. ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. കുറച്ചാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് 2 മാസം അടുപ്പിച്ചായി. വീട്ടുകാരെങ്കിലും ഒന്നും വരാറുണ്ടോ? വീട്ടുകാരെ അങ്ങനെ വരാറില്ല. കാഴ്ചയില്ല. വരുന്നുണ്ട്. അപ്പം നമുക്കത് ചെയ്യാൻ വരുന്നതേ ഉള്ളൂ. കാല് എന്തോരം നാളായി കാലിങ്ങനെയൊക്കെ വന്നിട്ട്? കുറച്ച് നാളായി. ഒറ്റ മോനേ ഉള്ളൂ. സ്ട്രോക്ക് വന്നതാ. ശരി. ഒരു വശം തളർച്ച. ഒരു വർഷം വളർന്നു വലത് ഭാഗം. സ്ട്രോക്ക് വന്നു. അപ്പം കാല് അല്ല എന്ത് പറ്റിയത്? അത് ഓ ചോറിപ്പം റെഡി ആവട്ടാ. ഇപ്പം തരും. ഭക്ഷണം കഴിക്കാത്തത്. ഓർമ്മക്കുറവാണ്. വീട്ടുകാരും ഇല്ല. 2 ആൺമക്കളുണ്ട്. പക്ഷെ അവർക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. ചെറിയ ആൺമക്കളാണ്. പക്ഷേ ഈ അമ്മ ഇപ്പം ഒരു 2-3 മാസം കൊണ്ട് നമ്മളാണ് ഇപ്പം സംരക്ഷിക്കുന്നത്. എണീച്ചിരിക്കുമ്പോഴത്തേന് ഇടയ്ക്ക് ഫിക്സ് വരെ. ഇങ്ങനെ ഇവരൊക്കെയാണ് ആരും ഇല്ലാത്തവരെല്ലാവരും സഹായിക്കുക. ഇവരെ പോലുള്ളവർ സഹായിച്ചാൽ നമുക്കും ഗുണമാണ്. നമ്മുടെ സോഷ്യൽ വർക്കേഴ്സാണ് ഇവർ. ഫുൾ ടൈം ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അവരെടുക്കാമോ? അവരെടുത്തോട്ടെ.
കുഴപ്പമൊന്നുമില്ല. പറഞ്ഞേക്ക് ഇവരാണ് സോഷ്യൽ വെൽഫെയറിൽ എല്ലാവരും സഹായിക്കുക. സ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇവിടെ വന്ന് കാണുന്ന നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരേ അവസ്ഥകളും കണ്ടാലുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ വിഷമങ്ങൾ എന്താണെന്നുള്ളത്. ഇവരൊക്കെയാണ് ഒറിജിനല്. സിസ്റ്റിനെയൊക്കെ ഇവർക്കൊക്കെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെയാണ് ഒരു പെൺകുട്ടിയാണ്. അവിടെ നമ്മളിപ്പോൾ ഒരു 2 മാസമായി ഇത് ഇങ്ങനെ വളഞ്ഞ അവളിങ്ങനെ കിടക്കുള്ളൂ. അവർക്ക് 100% ഡിസബിലിറ്റി ആണ്. കണ്ണ് കാണാൻ പറ്റത്തില്ല, കേൾവി ശക്തിയില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, എല്ലാം ഉണ്ട്. എല്ലാ ഡിസബിലിറ്റീസും ഉള്ളൊരു കുട്ടിയാണ്. ആകെ അവൾക്ക് ഇങ്ങനെ ഒരു ടച്ച് ചെയ്യുന്ന ഫീലിങ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അവളിങ്ങനെ കിടക്കും. അതാണ് അവളുടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 18 വയസ്സായിട്ടുള്ളൊരു മോളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് കണ്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. താഴേക്ക് വരും. പെൺകുട്ടിയാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. നമുക്ക് ഇവരുടെ മനുഷ്യൻ്റെ ഓരോ വിഷമങ്ങളും അറിയണമെങ്കിൽ ഇങ്ങനെ നമ്മളിവിടെ സന്ദർശിച്ചാലേ അറിയുള്ളൂ. ഇവരെയൊക്കെ സഹായിക്കാം നമ്മൾ. അല്ലാഹു ഇവരെയൊക്കെ നല്ല മാർഗത്തിലാക്കട്ടെ. ഇത്ര വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഓ എവിടെ ഇവിടെ അടുത്ത് തന്നെയാണോ? ഓ പോണം. ഇവിടെ സന്തോഷത്തിലല്ലേ? ഇല്ല, അല്ലാഹു ഒക്കെ ഹൈറാക്കട്ടെ. അപ്പം എല്ലാവരും ഇത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. നമ്മളിങ്ങനെയുള്ള മനുഷ്യരെ ഈ വെൽഫെയറിലൊക്കെ വന്ന് നമ്മൾ ഇവർക്ക് വേണ്ടി സഹായിക്കാം. പാട്ടൊക്കെ പാടുമോ? ഞാനിവിടെ അടുത്തുള്ളതാണ്, നമ്മുടെ ഈ ആലുവ പ്രദേശത്ത്. ഓ പാട്. പാട്ട് പാടോ? ഓ ആ പാട്ട് പാട്. അതെ അതെ അരവല്ലും ആവേശത്തേൻ കടലിൽ കഴിഞ്ഞിടുന്നേ. ഏത് ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. പച്ചക്കറിക്കായിൽ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോട് നീരൊഴുക്കി തക്കാളി പപ്പാളി മച്ചിങ്ങ പിച്ചിങ്ങ അച്ചിങ്ങയോട്ട് പിച്ച നടന്ന് ചൊല്ലി കുഞ്ഞോളെ കുമ്മാടി മാമുണ്ട് ചഞ്ചാട് മാമുണ്ട് ചഞ്ചാട്
അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേർ തട്ടിയെടുത്തു. നല്ല പാട്ടിട്ടാ, നല്ല പാട്ട്. ആലുവയിലുള്ള ഒരു തേണ്. പേരെന്താണ്? എൻ്റെ പേര് അസ്മ. വലൈക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നമ്മുടെ എല്ലാവരുടെയും. അതെ. ഓ, നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നിൽക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുള്ളൂ, ഞങ്ങളുടെ പ്രാർത്ഥന അല്ല. അപ്പം അതുകൊണ്ട് അതെ, നിങ്ങളുടെ പാട്ട് കേൾക്കണതാണ് സന്തോഷം. ഓ, ഇവിടെ ആലുവ തന്നെയാണ്. ഓ, നിങ്ങൾ പമ്പയം. അപ്പം എല്ലാവരും ഇവരെ സഹായിക്കണം. നമുക്ക് ഇവരെ പോലുള്ളവരെ വന്ന് കാണുക, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഇത് കണ്ട നമ്മളും അതെ, ഏറ്റവും വലിയതാണ്. ഇവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ട് ഇവരെ സഹായിക്കുക, ഇവരുടെ കൂടെ പങ്കെടുക്കുക, ഇവരുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇവർക്ക് എല്ലാ സഹായവും ചെയ്യാം. കൂടെ പാടണേ എല്ലാരും. ഓ ആ, ഞാൻ ഇത്താരോടെ വന്നതാ രാധ ചേച്ചി. കൂടെ പാടിക്കോട്ടെ, ഇത്തായെ സപ്പോർട്ട് ചെയ്തോ. അഫ്സലൊന്ന് മാർക്ക്. കയ്യടി കൊടുത്തേ. സ്വർഗത്തിൻ്റെ താക്കോല മുത്തുനബി പിറന്നത് സത്യമാണെന്നറിഞ്ഞു അഖില ലോക ജനതയ്ക്കും നേതാവായി കൽപ്പിച്ച അബ്ദുള്ള എന്നോർക്കും ആമിന ബീവിക്കും ആറ്റലായി പിറന്ന നബി, വിണ്ണിലും ഏറ്റവും ഉയർന്ന നബി. പെറ്റ നേരെ നൊട്ടേറെ കഥകൾ നടന്നു
വറ്റിപ്പോയി സവാദട ജലമന്ന് പൂത്തിരിയായി പേർച്ചയിലെ ദീപം പിളർന്നു മുറുതിങ്ങൾ വന്ന് മുന്നിലണിയുന്നു സ്വർഗരിയാസന്ന് മുന്നിലണിയുന്നു. ഓ ഷാജി ഷാജി പപ്പനാണത്. ആ ഓക്കെ തന്നെയാണ്. നല്ല സന്തോഷമല്ലേ? ഹാപ്പിയാണ്. കൈ കൊണ്ട് കാണിച്ചേ. എല്ലാവരും കൂടെ ഹാപ്പി അല്ലേ? കൈ കാണിക്കേ. കൈ സന്തോഷം. ആ ഇത് മതി. നല്ലൊരു സന്തോഷമാണ് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അല്ലേ? ഓക്കെ അത് തന്നെ അറിയും. സ്വന്തമാണ്. ഞാൻ പറയാം. നമ്മുടെ ആകെ പാട്ടാണ്. സ്നേഹിച്ചുള്ള പാട്ടാണ്. കണ്ട നേരം കൽവിനുള്ളിൽ മോഹിച്ച് കച്ചവടത്തിനൊന്നും. അപ്പൊ എന്ത് കച്ചവടം? വന്ന് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമുദിച്ച് രണ്ട് കാലം ഒരു വർഷം തളർന്നു പോയതാ. ഇതൊരു ആക്സിഡന്റ് പറ്റിയതാ. കണ്ട് കാഴ്ച ഒരു 6 വർഷം. ആ കുറച്ച് വരാട്ടാ. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഇനി എല്ലാവരും ഇവിടെയൊക്കെ വരാം. ഓക്കെ ബൈ.